ശ്രീഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ പലരും ദോഷബുദ്ധികൾ എന്ന് തന്നെ പറയേണ്ടി വരും. ദോഷബുദ്ധികളായ പലരും അതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങണത് എന്ന് വിചാരിക്കാം. ദോഷത്തെ കാണുവാനുള്ള ഒരു കണ്ണിന് മുൻതൂക്കം കൊടുക്കുന്നവർ ആർത്ഥത്തിലാണ് പറഞ്ഞത്. ഉള്ളത് കാണുക, ഉള്ളതുപോലെ കാണുക, സമഗ്രമായി കാണുക എന്നതല്ലാതെ ദോഷാദികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. രാമായണത്തെ കുറിച്ച് പറയുന്ന, പ്രത്യേകിച്ച് വിശേഷ രാമനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, രാമൻ മാംസാഹാരപ്രിയനായിരുന്നു. ശ്രീരാമചന്ദ്രൻ മാംസഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്. രാമായണത്തിൽ തന്നെ അതിന് തെളിവുകളുണ്ട്. നിങ്ങൾ ഈ രാമഭക്തന്മാർ എന്തിനാണ് വെജിറ്റേറിയനിസത്തെ ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? സസ്യാഹാരം കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. അതറിയുന്നവരാണ് ഭാരതീയർ. അതുകൊണ്ട് ഭാരതീയർ കാളയെയും പശുവിനെയും എല്ലാത്തിനെയും പിടിച്ചു തന്നിരുന്നു എന്നാണ്. രാമനും അതിൽ നിന്ന് വിഭിന്നനായിരുന്നില്ല എന്നൊക്കെയാണ് ഇത്തരക്കാരുടെ ഭാഷ്യം. അതിന് ഉപോത്ബലകമായി പല തെളിവുകളും രാമായണത്തിൽ നിന്ന് തന്നെ, ഇന്ന് ലഭ്യമായ രാമായണത്തിൽ നിന്ന് തന്നെ പല തെളിവുകളും പറയുന്നുണ്ട്. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. തെളിവുകൾ മുമ്പിൽ വെച്ചിട്ടാണ് സംസാരിക്കണം. ശരി, ഇവിടെ ഇത് പറയുന്നതിന് മുമ്പ് മത്സ്യം, മാംസം ഇവയൊക്കെ ഭക്ഷിക്കുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഒരു മഹാപാതകമാണ് എന്നൊരു അഭിപ്രായം നമുക്ക് ഏതായാലും ഇല്ല. എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒന്നുമല്ല സസ്യാഹാരം. അഥവാ സ്വീകരിക്കാവുന്നതാണ്, നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അത്രേ ഉദ്ദേശമുള്ളൂ. നമ്മൾ ഈ കേരളത്തിലല്ലേ ജീവിക്കണം. മലയാളിക്ക് വേണ്ട മാംസ്യത്തെ സപ്ലൈ ചെയ്തത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന 10,000-കണക്കിന് വരുന്ന ജലാശയങ്ങളിൽ, തോടുകളിൽ, കുളങ്ങളിൽ, സമൃദ്ധമായ പാടങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്ന 10,000-കണക്കിന് ടൺ ഉൾനാട്ടിലുള്ള മത്സ്യസമ്പത്താണ് കേരളത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചിരുന്നത്. സംശയമൊന്നുമില്ല. ഇന്ന് ആ കുളങ്ങളും തോടുകളും പാടങ്ങളും ഒക്കെ വറ്റി വരേണ്ട സമയത്ത് വേണ്ടത്ര മത്സ്യം കിട്ടാതായി എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോ കടലിലെ മത്സ്യത്തെ ആശ്രയിക്കുന്നു, കൂടുതലായിട്ട് ആശ്രയിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെതായ വിഷമങ്ങൾ, അതായത് മായം ചേർത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആവട്ടെ, എന്റെ വിഷയം അതല്ല. ഒരു സമൂഹം നിലനിന്നിരുന്നത് മാംസവും മത്സ്യവും കഴിച്ചിട്ട് തന്നെയാണ്. അത് മാത്രമാണെന്നല്ല പറഞ്ഞത്. മാംസഭക്ഷണത്തെയും മത്സ്യത്തെയും ഒക്കെ വളരെ അറപ്പോടുകൂടിയും വെറുപ്പോടുകൂടിയും നോക്കിയ ഒരു സംസ്കൃതി നമുക്കില്ല. അതില്ല. 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള, അതെ, ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കൊടുങ്ങല്ലൂർ നഗരത്തെക്കുറിച്ച് പെരിയ പുരാണത്തിലാണെന്ന് തോന്നുന്നു ഒരു പരാമർശമുണ്ട്. അതിൽ വഞ്ചിപ്പട്ടണത്തെ കുറിച്ച് പറയുന്നുണ്ട്. വഞ്ചിപ്പട്ടണത്തെ കുറിച്ച് പറയും, യജ്ഞാഗ്നിയിൽ ഹോമിക്കപ്പെടുന്ന നെയ്യ്, ആ നെയ്യിന്റെ മണം
അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരിക്കുന്ന വഞ്ചിപ്പട്ടണം. അത് അന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് വഞ്ചിപ്പട്ടണത്തിൽ ധാരാളമായി തന്നെ യജ്ഞങ്ങളും ഹോമങ്ങളും എല്ലാം നടന്നിരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറയും, അതിഥികളെ സ്വീകരിക്കുവാൻ വേണ്ടി അടുക്കളയിൽ നിന്നും ഉയരുന്ന മാംസത്തിന്റെ മണം വ്യാപിച്ചിരിക്കുന്ന വഞ്ചിപ്പട്ടണം. അപ്പൊ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി മാംസം അടുക്കളയിൽ ഉണ്ടാക്കിയിരുന്നു. ഇത് രണ്ടും വഞ്ചിപ്പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. യജ്ഞം ഉണ്ടായിരുന്നു, മാംസത്തിന്റെ മണവും ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണല്ലേ. ഇന്നിപ്പോ യജ്ഞം കുറഞ്ഞു, മാംസത്തിന്റെ മണമാണ് കൂടുതൽ. ഗുരുവായൂരമ്പലത്തിന്റെ കിഴക്കേ നടക്കി പോയാലും ഷവർമ്മയുടെ മണം വന്നു തുടങ്ങും വൈകാണ്ട് തന്നെ. ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് ചന്ദനത്തിരിയുടെയും അല്ലെങ്കിൽ മറ്റും മണം ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ പല വീഥികളും പുറത്തേക്ക് ഇറങ്ങിയാൽ വെന്ത മാംസത്തിന്റെ മണമാണ് ത്രിസന്ധ്യകളിൽ പോലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ശരി, വിഷയം അതല്ല. പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു വെറുപ്പ് അറപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാമനല്ല ആര് മാംസം കഴിച്ചു എന്ന് പറഞ്ഞാലും നമുക്കൊരു വിഷമം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ക്ഷത്രിയന്മാർ മാംസം കഴിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു എന്ന് പറയുന്നില്ല. അപ്പൊ അതൊരു വശം, അതൊരു ഭാഗം. പക്ഷേ ഇവിടെ രാമനെ മാംസഭക്ഷണക്കാരായി മാംസഭോജിയാക്കി ചിത്രീകരിക്കുവാൻ വിമർശകന്മാരെടുത്തുപയോഗിക്കുന്ന പ്രമാണങ്ങളെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്നിട്ട് ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാമൻ മാംസാഹാരിയാണോ അതോ സസ്യാഹാരിയാണോ എന്നും വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. ശരി, ഇവിടെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഋഗ്വേദത്തിലെ ഒരു മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിൽ ഒരു മന്ത്രമാണ്. 10ാം മണ്ഡലത്തിലെ 87ാമത് സൂക്തത്തിലെ 16ാമത് ഋക്കാണ്. പായുവാണ് ഇതിന്റെ ഋഷി, ദേവത സൂര്യനുമാണ്. മന്ത്രം ഇങ്ങനെയാണ്: യഃ പൗരുഷേയേണ ക്രവിശാ സമങ്കേത യോ അശ്യേന പശുനാ യാതുധാനഃ യോ അഗ്നിയായ ഭരതി ക്ഷീരമഗ്നേ തേഷാം ശീരിഷാണി ഹരസാപി വൃശ്ച. ഇതാണ് മന്ത്രം. അന്വയിച്ച് പറയുന്നില്ല, ഞാൻ അതിന്റെ അർത്ഥം മാത്രം ഒന്ന് വേഗം വായിക്കാം. യാതൊരാൾ മനുഷ്യമാംസം ഭക്ഷിക്കുന്നുവോ, യാതൊരാൾ കുതിരകളുടെ മാംസം ഭക്ഷിക്കുന്നുവോ, യാതൊരാൾ അന്യമൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നുവോ, അതുപോലെ യാതൊരാൾ പശുക്കുട്ടിക്കു പോലും പാല് കൊടുക്കാതെ തള്ളപ്പശുവിന്റെ പാൽ മുഴുവനും കുടിക്കുന്നുവോ, അല്ലയോ അഗ്നിദേവ, അങ്ങനെയുള്ളവരുടെ തലകൾ അവിടുന്ന് തീക്ഷ്ണങ്ങളായ ജ്വാലാബാണങ്ങൾ കൊണ്ട് ഛേദിച്ചാൽ. വേദവാണിയാണ്. യാതൊരാൾ കുഞ്ഞിന് പാല് കൊടുക്കാതെ തള്ളപ്പശുവിന്റെ പാല് മുഴുവൻ കുടിക്കുന്നുവോ, യാതൊരാൾ മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുന്നുവോ, കുതിരകളെ കൊന്ന് തിന്നുന്നുവോ, മനുഷ്യമാംസം തിന്നുന്നുവോ, ഇവരുടെ ശിരസ് ഛേദിക്കണേ അഗ്നിദേവ എന്നൊരു പ്രാർത്ഥനയാണ്. അവിടെ ഇരിക്കട്ടെ. അപ്പൊ വേദം ഇതൊന്നും അനുകൂലമല്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. ശരി, ഇനി നമുക്ക് രാമായണത്തിലേക്ക് നമ്മുടെ രാമായണ വിമർശകന്മാർ, രാമനെ വിമർശിക്കുന്നവർ പറയുന്ന 1-2 പ്രമാണങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഇത് രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ 52ാമത് സർഗത്തിലുള്ള 102ാമത് ശ്ലോകമാണ്. ഇവിടെ പറയണു: തൗ തത്ര ഹത്വാ ചതുരോ മഹാമൃഗാൻ വരാഹമൃശ്യം പൃഷതം മഹാരുരും ആദായ മേധ്യം ത്വരിതം ബുഭുക്ഷിതൗ വാസായ കാലേ യയതുർവനസ്പതിം. ഇതാണ് ശ്ലോകം. വിശന്നു തളർന്നിരുന്ന അവർ രണ്ടുപേരും അപ്രകാരം ഇരുന്നിട്ടും ചതുരഹ മഹാമൃഗാൻ 4 മൃഗങ്ങളെ, വരാഹം ഒരു കാട്ടുപന്നിയെയും, ഋഷ്യം
ഋഷ്യമെന്ന മാനിനെയും ബൃഹദമെന്ന മാനിനെയും മഹാരുരും വലുതായ രുരു എന്ന മാനിനെയും നിഷ്പ്രയാസം കൊന്ന ശേഷം വേഗേന കൈകൊണ്ട് വൈകുന്നേരത്തിൽ രാത്രി കഴിച്ചുകൂട്ടുവാനായി പരിശുദ്ധമായ ഒരു മരച്ചുവട്ടിൽ വന്നിരുന്നു. അപ്പൊ വിശന്നു തളർന്ന് കാട്ടിലെത്തിയ ശ്രീരാമനും ലക്ഷ്മണനും സീതയോടൊപ്പം വിശന്നിരിക്കുകയാണല്ലോ. അപ്പോ ആ വിശപ്പ് മാറ്റാൻ എന്താ ചെയ്ത? 4 മൃഗങ്ങളെ കൊന്നു. പന്നി, 3 മാന്. ഒരു പന്നിയെയും 3 മാനിനെയും കൊന്ന് വേഗത്തിൽ ശാപ്പിട്ട് വിശ്രമിച്ചു എന്നാ പറയണത്. ഒരു മാൻ, പൂർണ്ണമലർച്ചെത്തിയ ഒരു മാനിന്റെ മാംസം ഏതാണ്ട് എത്രയിലുണ്ടാവും? 75 കിലോ കൂട്ടുക. അധികമൊന്നും വേണ്ട, 75 കിലോ. ഒരു 4 മാൻ, ഇപ്പൊ ഇനിയിപ്പോ ഒരു 100 കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 75 മതി. അപ്പോ ഒരു 3 മാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എത്രയായി? ഏതാണ്ട് 100-250 കിലോ ആയി. ഒരു കാട്ടുപന്നിക്ക് എന്താണെങ്കിലും 100-200 കിലോ ഉണ്ടാവും. അപ്പോൾ ഞാൻ തൂക്കി നോക്കിയിട്ടില്ല, എന്താണെങ്കിലും 150 കുറയില്ല. അപ്പൊ 150 കിലോ ഉള്ള ഒരു കാട്ടുപന്നിയെയും 100-250 കിലോ ഉള്ള 3 മാനിനെയും കൂടി കൊന്ന എല്ലാം കൂടി 150 കിലോ ആയി. പോട്ടെ, 400 കിലോ കൂട്ടാ. അപ്പൊ ഒരു നേരം രാമനും ലക്ഷ്മണനും സീതയും കൂടി 250 കിലോ മാംസം വേണം, എന്നാലേ അവർക്ക് ഭക്ഷണം കഴിയാൻ പറ്റുള്ളൂ. അല്പമെങ്കിലും ഒരു ബോധമുള്ളവരാരെങ്കിലും ഇത് ഇങ്ങനെ തന്നെയാണെന്നങ്ങ് അംഗീകരിക്കോ? ഇതിൽ രാമനും ലക്ഷ്മണനും ഒരുപാട് പേരായി വന്നതെല്ലാം കൂട്ടി കഴിച്ചൊന്നുമല്ല പറഞ്ഞത്. വിശന്ന് തളർന്നിരുന്ന ഇവര് 3 മാനിനെയും ഒരു കാട്ടുപന്നിയെയും കൊന്ന് അരിച്ച് അവിടെ കിടന്നുറങ്ങിയതായി പറയണത്. ശരി, ആവട്ടെ. ഇതുപോലുള്ള ചില ഭാഗങ്ങൾ രാമായണത്തിൽ ഇനിയുമുണ്ട്. പ്രത്യേകിച്ച് ഭരതനാണ്, രാമനല്ല. ഭരതൻ രാമനെ തേടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അതിൽ വലിയൊരു സൈന്യവുമായിട്ടാണ് ഭരതൻ രാമനെ തേടി കാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഭരദ്വാജന്റെ ആശ്രമത്തിലെത്തിയ ഭരതനെ ഭരദ്വാജൻ ഋഷി സ്വീകരിക്കുന്ന ഒരു സ്വീകരണമുണ്ട്. അത് ആരെഴുതി വെച്ചതാണത് നമുക്ക് അതിശയം തോന്നും. അത്രയും വിലാസപൂർണമായ ഭോഗത്തിന്റെ ഒരു മറുകരയെ കാണിക്കുന്ന തരത്തിലാണ് വളരെ അവൈദികമായും നികൃഷ്ടമായുമായിട്ടാണ് ഇന്നത്തെ രാമായണത്തിൽ ആ ഭാഗമൊക്കെ ഉള്ളത്. അത് അങ്ങനെ തന്നെ പറയണം. കാരണം വേദാനുകൂലമാണ് രാമായണമെങ്കിൽ അതിഥിയെ സ്വീകരിക്കാൻ മദ്യം കൊടുത്തല്ല ഒരു ഋഷി അതിഥിയെ സ്വീകരിക്കുക. അതിലങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വേണ്ടത്ര മദ്യപ്പുഴകൾ, മാംസത്തിന്റെ കുഴമ്പുകൾ, ഉപ്പിലിട്ട മാംസം, ഇതെല്ലാം നിർലോഭം കൊടുത്തു എന്നാ പറയണത്. ഒരു ഋഷിയാണ് കൊടുക്കുന്നത്. വേദമോതുന്ന ഋഷി തന്റെ അതിഥികൾക്ക് മദ്യവും മാംസവും മധുവും എല്ലാം കൊടുത്ത് സ്വീകരിച്ചു എന്ന് ഇന്നത്തെ രാമായണത്തിലുണ്ട്. അത് നിഷേധിക്കാൻ പറ്റില്ല, ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് രാമായണത്തെ വേദാനുകൂലമാണ് എന്നെങ്കിലും പറയാതിരിക്കണം. രാമായണം വേദാനുകൂലമാണെന്ന് പറയുകയാണ് എങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം പിൽക്കാലത്ത് ഏതോ ചില മാംസക്കൊതിയന്മാർ എഴുതി ചേർത്തതാണെന്ന് പറയാനുള്ള വിവേകമെങ്കിലും കാണിക്കണം. അത്രയെങ്കിലും കാണിക്കണം. അല്ലെങ്കിൽ അതിന് വേറെ വല്ല അർത്ഥവും കാണും. നമ്മുടെ വാദം കഴിഞ്ഞു. ശരി, ഇവിടെ വിഷയം രാമന്റെ മാംസാഹാരവുമായി ബന്ധപ്പെട്ടതാണല്ലോ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയത്. അതിലേക്കൊന്ന് വരാം. രാമായണത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭു മാംസാഹാരം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കാനനവാസത്തിലാണ്. 14 വർഷം കാട്ടിൽ കഴിഞ്ഞ സമയത്താണ് രാമലക്ഷ്മണന്മാർ മാംസാഹാരം കഴിച്ചതിനെ കുറിച്ചുള്ള പരാമർശം ഇന്നത്തെ രാമായണത്തിലുള്ളത്. ഇത് അടിവരയിട്ട് മനസ്സിലാക്കണം. കൊട്ടാരത്തിൽ രാമൻ മാംസം കഴിച്ചു എന്ന ഒരു പരാമർശവും രാമായണത്തിലില്ല. എന്നാൽ കാട്ടിൽ രാമൻ മാംസാഹാരം കഴിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങൾ രാമായണത്തിലുണ്ട്. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിത് പോയിന്റിലേക്ക് വരാൻ പോവാണ്. ശരി, ഇത് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. വാൽമീകി ആരെയാണ് അന്വേഷിച്ചു പോയത്? തന്റെ ഗുരുവായ നാരദന്റെ അടുത്തേക്ക്. ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. ധർമ്മത്തിലുറച്ചു നിൽക്കുന്നവനും
കൃതജ്ഞതയുള്ളവനും ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ സത്യം മാത്രം പറയുന്നവനും ദൃഢവ്രത വ്രതത്തിൽ ദൃഢതയുള്ളവനും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ മഹാഗുരു എന്ന് അന്വേഷിച്ചാണ് വാൽമീകി നാരദനെ ചെന്ന് കണ്ടത്. നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. സത്യവാക്യോ ദൃഢവ്രത, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനും വ്രതനിഷ്ഠയുള്ളവനും സത്യം മാത്രം പറയുന്നവനും, സത്യം പറഞ്ഞാൽ അത് പാലിക്കാൻ വേണ്ടി ഏതറ്റം വേണ്ടി പോകുന്നവനുമാണ് രാമൻ. അങ്ങനെ ഒരാളുണ്ട്, അയാളുടെ പേര് രാമനാണ് എന്നാണല്ലോ നാരദൻ പറഞ്ഞത്. ഈ ഭാഗം നമുക്ക് പ്രമാണമായിരിക്കണം. കാരണം ഇത് വാൽമീകി കണ്ടെത്തിയ രാമനാണ്, അഥവാ വാൽമീകിയുടെ ഗുരുവായ നാരദൻ കണ്ടെത്തിയ രാമന്റെ കഥയാണ്. ഏതെങ്കിലും കവിയോ കലാകാരനോ തന്റെ ഭാവനയിൽ നിന്നും വരുന്നതല്ല. അങ്ങനെയുള്ള ആദർശ പുരുഷനായ രാമനിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. ശരി, ഇനി രാമായണത്തിൽ വനവാസത്തിന് പോകുന്ന രാമന്റെ ചില പ്രതിജ്ഞകളുണ്ട്. ആ ഭാഗം നോക്കാം. ഇത് അയോധ്യാഖണ്ഡത്തിലാണ്. ചതുർദശഹി വർഷാണി വത്സ്യാമി വിജനേ വനേ. ചതുർദശഹി വർഷാണി വത്സ്യാമി വിജനേ വനേ മധു മൂലഫലൈർജീവൻ ഹിത്വാ മുനിവദാമിഷം. വിജനമായ വനത്തിൽ ഞാൻ 14 വർഷം കഴിഞ്ഞുകൊള്ളാം. എന്താ പറയണത്? എങ്ങനെ കഴിയാനാ പറഞ്ഞ? മുനിമാരെ പോലെ മധു, തേന്, കിഴങ്ങുകൾ, പഴങ്ങൾ എന്നിവ മാത്രം കഴിച്ച് ആമിഷത്തെ, മാംസത്തെ സ്പർശിക്കാതെ മുനിം തപസ്വികളെ പോലെ 14 വർഷം ഞാൻ വനവാസം കഴിച്ചുകൊള്ളാം. ഇത് രാമന്റെ വാക്കാണ്. 14 വർഷം ഫലമൂലാദികളും മധുവും മാത്രം കഴിച്ച്, ആമിഷത്തെ തൊടാതെ, മാംസഭക്ഷണത്തെ തൊടാതെ, സ്പർശിക്കാതെ തപസ്വികളെ പോലെ 14 വർഷം വനത്തിൽ കഴിഞ്ഞുകൊള്ളാം. ഇത് രാമന്റെ വാക്കാണ്. കഴിഞ്ഞില്ല. ഇതേ കാര്യം തന്നെ സീതാദേവിയും പറയുന്നുണ്ട്. ഫലമൂലാശന നിത്യ ഭവിഷ്യാമി ന സംശയ. ഇതും അയോധ്യാഖണ്ഡത്തിലെയാണ്. ഫലമൂലങ്ങൾ ഭക്ഷിച്ച് ഞാൻ വനത്തിൽ കഴിഞ്ഞുകൊള്ളാം, ഇനി ഒരു സംശയവും വേണ്ട അങ്ങയ്ക്ക് ഈ കാര്യത്തിൽ. പഴങ്ങളും മൂലങ്ങളും അഥവാ കിഴങ്ങുകളും മാത്രം ഭക്ഷിച്ച് വനത്തിൽ കഴിഞ്ഞുകൊള്ളാം, ഒരു സംശയമില്ല. ഇതിലെവിടെയും പറഞ്ഞിട്ടില്ല പന്നിയുടെ മാംസവും മാനിന്റെ മാംസവും വേണ്ടത്ര ചാപ്പിട്ട് 14 കൊല്ലം കാട്ടിൽ കഴിഞ്ഞോളാം അതല്ല പറഞ്ഞത്. പഴങ്ങളും കിഴങ്ങുകളും മധുവും സേവിച്ച് വനത്തിൽ കഴിഞ്ഞുകൊള്ളാം. ഇത് രാമന്റെ വാക്കാണ്, എന്റെയും നിങ്ങളുടെയും വാക്കല്ല. ശരി. ലക്ഷ്മണൻ രാമനോട് പറയുന്നൊരു ഭാഗമുണ്ട്. ആഹരിഷ്യാമി തേ നിത്യം മൂലാനി ച ഫലാനി ച വന്യാനി യാനി ചാന്യാനി സ്വാഹാരാണി തപസ്വിനാം. തപസ്വികൾക്കു ചേർന്ന ഫലമൂലങ്ങളെ ഞാൻ നിനക്ക് നിത്യം എത്തിച്ചു തരാം. തപസ്വികൾക്ക് ചേർന്ന ഫലമൂലങ്ങളെ ഞാൻ നിനക്ക് എത്തിച്ചു തരാം. അവിടെയും പന്നിയെയും പെരിച്ചാഴിയെയും കൊന്നു തരാം എന്ന് ലക്ഷ്മണൻ പറഞ്ഞില്ല. ശരി, ഒരു ഭാഗത്ത് രാമൻ പറയുന്നു, ഫലാനി മൂലാനി ച ഭക്ഷയൻ വനേ ഗിരീംശ പശ്യൻ സരിത സരാംസി ച വനം പ്രവിശ്യൈവ വിചിത്രപാദപം സുഖീ ഭവിഷ്യാമി തവാസ്തു നിർവൃതി. രാമൻ പറയാണ്, പഴങ്ങളും മൂലങ്ങളും അഥവാ കിഴങ്ങുകളും കഴിച്ച്
നദികളിലെ വെള്ളം കുടിച്ച് പർവ്വതങ്ങളെ കണ്ട് വനത്തിൽ സന്തോഷപൂർവം ജീവിച്ചുകൊള്ളാം. അവിടെയും പറഞ്ഞില്ല മാനിനെയും പന്നിയെയും പോത്തിനെയും കൊന്നു തിന്നുകൊള്ളാം എന്ന് പറഞ്ഞില്ല. കൗസല്യാദേവിയുടെ ഒരു വിലാപമുണ്ട്. കഥം വത്സ്യന്തി കൃപണാഹ ഫലമൂലൈ കൃതാശന. എന്റെ കുട്ടികൾ എങ്ങനെയാണ് കാട്ടിൽ ഈ ഫലമൂലങ്ങൾ മാത്രം കഴിച്ച് വേവിച്ച ആഹാരമൊന്നും കഴിക്കാതെ പഴങ്ങളും കിഴങ്ങുകളും മാത്രം കഴിച്ച് എങ്ങനെ ജീവിക്കും? ഇത്ര കാലം എങ്ങനെ കഴിക്കും? എന്തേ കൗസല്യാദേവിക്ക് അറിയില്ലേ രാമന്റെ കയ്യിൽ ബാണമുണ്ട്, ബാണം തൊടുത്തു വിട്ടാൽ മാനിനെയും കൊല്ലാം പന്നിയെയും കൊല്ലാം, പന്നിയെ വേവിച്ച് കഴിക്കാന്ന് കൗസല്യാദേവിക്ക് അറിയില്ലേ? അത് എന്തുകൊണ്ട് പരിഭവിച്ചില്ല? രാമന്റെ പ്രതിജ്ഞയാണ് 14 വർഷം പഴങ്ങളും കിഴങ്ങുകളും മധുവും ജലവും മാത്രം സേവിച്ച് മുനിമാരെ പോലെ തപസ്വികളെ പോലെ 14 വർഷം ഞാൻ കാട്ടിൽ വസിച്ചുകൊള്ളാം. ഇത് രാമന്റെ വാക്ക. അങ്ങനെ വാക്ക് പറഞ്ഞ രാമനെ മാംസാഹാരിയാക്കി മാറ്റുവാൻ വേണ്ടി പിൽക്കാലത്ത് ആരെന്തെഴുതി ചേർത്താലും സത്യവാക്യോ ദൃഢവ്രത എന്ന് വാൽമീകിയോട് ഉറപ്പ് നൽകിയ നാരദന്റെ വാക്കാണ് ഇവിടെ തെറ്റുന്നത്. ഗുരുവാക്യം പിഴയ്ക്കുമോ? ഗുരുവിന് പിഴയ്ക്കുമോ? നാരദൻ കണ്ടെത്തിയ ധർമ്മത്തിന്റെ വിഗ്രഹമൂർത്തിയായ ധർമ്മവിഗ്രഹമായ രാമൻ അസത്യം പറയുന്നവനാണോ? പറഞ്ഞോളൂ. രാമൻ നുണയനാണെന്ന് പറഞ്ഞോളൂ. എന്നിട്ട് പറയൂ രാമൻ മാംസം കഴിച്ചു എന്നുള്ളത്. അപ്പൊ രാമായണമല്ല, അത് രാമായണമല്ല. പിന്നെ രാമായണത്തിലെ രാമൻ സത്യമാണ്, സത്യം മാത്രം പറയുന്നവനാണ്, ദൃഢവ്രതനാണ്. ദൃഢവ്രതനും സത്യവാക്യനുമായ രാമൻ സത്യം പ്രതിജ്ഞ എടുത്താണ് പോകുന്നത്. വനത്തെ ഞാൻ ഇങ്ങനെ ചരിച്ചുകൊള്ളാം. അങ്ങനെ പറഞ്ഞ രാമനെ കൊണ്ട് പിൽക്കാലത്ത് ആരാനും മാംസം കഴിച്ചു രാമൻ എന്ന് എഴുതി ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ രാമനാണോ, നമ്മുടെ രാമചന്ദ്ര പ്രഭുവാണോ ഉത്തരവാദി? വേദങ്ങളിൽ കൃത്യമായി അന്യമൃഗങ്ങളുടെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരത്തെ വർദ്ധിപ്പിക്കുന്നവനെ അവന്റെ ശിരസ് ഛേദിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേദം പഠിച്ച, വേദങ്ങൾ വൈദികമായ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി വന്ന രാമൻ കാട്ടിൽ കയറി ഒരു നേരം 400 കിലോ മൃഗങ്ങളെ ശാപ്പിട്ടു എന്നൊക്കെ എഴുതി വെച്ച് അതെല്ലാം കേട്ട് നാം തൊണ്ടതൊടാണ്ട് വിഴുങ്ങണം എന്നാണോ പറയുന്നത്? അഹോ കഷ്ടം. പറയുന്നവർക്കും വേണ്ടേ അല്പം വിവേകം. ഇവിടെ നമ്മൾ വേദങ്ങളുടെ പ്രമാണത്തെ മുൻനിർത്തിയാണ് രാമായണത്തെ കാണുന്നത്. വേദാനുകൂലമാണ് രാമായണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കുറെ ആൾക്കാരെ മാംസം കഴിച്ചു, നമുക്കൊരു വിരോധമില്ല. ഇപ്പോഴും കഴിക്കുന്നവരല്ലേ നമുക്ക് ചുറ്റുമുള്ളവരും. നമ്മളല്ലേ കഴിക്കാതിരിക്കുന്നുള്ളൂ, നമുക്ക് ചുറ്റുമുള്ളവരും കഴിക്കുന്നുണ്ടല്ലോ. നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോ ധർമ്മത്തിന്റെ മൂർത്തിയായ രാമൻ മാംസാഹാരിയായിരുന്നു, കാട്ടിൽ കയറി ആഹാരം കഴിച്ചു എന്നുള്ള കഥകളൊന്നും ഇനിയെങ്കിലും പറയാതിരിക്കുക. ഈ രാമായണത്തിൽ ഇന്ന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായ ഇന്റർപൊളേഷൻ ആണ്, അല്ലെങ്കിൽ അത് പ്രക്ഷിപ്തമാണ്. വേദങ്ങളുടെ വെളിച്ചത്തിൽ അത് പ്രക്ഷിപ്തമാണ് എന്ന് പറയാനുള്ള ആർജവവും നാം കാണിക്കണം. കാരണം നമുക്ക് പ്രമാണം വേദം മാത്രമാണ്. വേദമാണ് പ്രമാണം. വേദമാണ് പ്രമാണമെങ്കിൽ രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണെങ്കിൽ, സത്യം മാത്രം പറയുന്നവനാണെങ്കിൽ രാമൻ വനത്തിൽ വെച്ച് മാംസാഹാരം കഴിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഇനിയും പ്രമാണങ്ങളുണ്ട്. ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുമെന്നുള്ളതുകൊണ്ട് കൂടുതൽ പ്രമാണങ്ങൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ ബന്ധപ്പെടാം. രാമായണത്തിൽ നിന്ന് തന്നെയുള്ള പ്രമാണങ്ങൾ തരാം. രാമനെ ഇനിയും മാംസാഹാരിയാക്കുവാൻ വേണ്ടി വ്യഗ്രത പൂണ്ട് നടക്കുന്നവരോട് ഒരു അപേക്ഷ. രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ്. ധർമ്മമൂർത്തിയായ രാമൻ വേദോദ്ധാരകനാണ്.
ആ വേദോദ്ധാരകനായ രാമൻ വേദങ്ങൾക്ക് വിപരീതമായി ആചരിക്കുന്നവനല്ല. ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാക്യനും ദൃഢവ്രതനുമാണ്. അങ്ങനെയുള്ള രാമന്റെ യശസ്സിനുമേൽ ഇനിയെങ്കിലും കരിവാരിത്തേക്കാതിരിക്കുവാനുള്ള ഒരു മര്യാദ, ആ മര്യാദ എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നമസ്കാരം.